അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മുടെ കുളം ഇന്ന് റീസ്റ്റോറേഷൻ ചെയ്യാൻ പോവാണ്. നമ്മൾ കുറേ നാളായിട്ട് അത് തിരിഞ്ഞു പോലും നോക്കാതെ നടന്നൊരു കുളമാണ്. അത് നമ്മളിന്ന് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പോവാണ്. മറ്റേത് അവിടെ കൊണ്ട് വെക്കണം. നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് അവിടെ അത് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വലിയൊരു സംഭവങ്ങൾ മാറ്റാം. പിടിച്ചു പിന്നെ നമുക്ക് ഈ നെറ്റൊക്കെ ഒന്ന് മാറ്റാം. നമുക്കിനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാം. അപ്പോൾ നമുക്ക് ഈ കട്ടകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. നമ്മൾ കുറേ നാളായിട്ട് ഇത് എടുക്കാതിരുന്ന ഫുള്ള് റോഡൊക്കെ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് മാറ്റാം. നമുക്കിത് വൃത്തിയാക്കാനായിട്ട് വേണ്ടുന്ന സാധനമാണ് ഒരു ബക്കറ്റ് ഉയർന്നു വെച്ചു. നമുക്ക് ഈ സാധനങ്ങളൊക്കെ അപ്പോൾ നമുക്കിനി ഇതിനകത്തുനിന്ന് മീനെ പിടിച്ച് മാറ്റാം. അപ്പോൾ ഏകദേശം ഒരു 10-30ഓളം മീനുകൾ ഇതിനകത്തുണ്ട്. അതെല്ലാം നമുക്ക് പിടിച്ച് മാറ്റണം. അപ്പോൾ നമുക്ക് ഏകദേശം ഇത്രയും മീനുകളെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇരട്ടി മീനുണ്ട്. നമ്മുടെ മീൻ പിടിച്ചെല്ലാം കലക്കിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി അത് തെളിഞ്ഞാലേ ബാക്കി പിടിക്കാൻ പറ്റൂ. അപ്പോൾ നമുക്കിനി ഈ തട്ടിളക്കി മാറ്റാം. ഇത് നമ്മുടെ മോട്ടർ പമ്പ് സെറ്റൊക്കെ വെക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. അതൊക്കെ പിന്നെ മഴ ആയതുകൊണ്ട് നമ്മൾ മഴയായിട്ടേ സർക്യൂട്ട് ബ്രേക്കായി. അപ്പോൾ നമ്മളതിനി എടുത്ത് മാറ്റി. നമുക്കിനി ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം. നമ്മളിതിൽ വരച്ചിരിക്കുന്ന പാർട്സ് എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു വലിയൊരു ടൈലും ഒരു കട്ട, ഇത്ര സംഭവങ്ങളാണ് നമ്മളത് വെച്ചിരുന്നത്. ഇനി ഇതിനകത്തുള്ള വെള്ളം ഒന്ന് കോരിക്കളയാം. നമ്മൾ ഏകദേശം മീനുകളെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വെള്ളം കൂടെ ഒന്ന് കോരിക്കളയാം. ഇനി നമുക്ക് ഈ മീനുകളെല്ലാം നമുക്ക് അതിനകത്തോട്ടിടാം. നമ്മൾ ഒരുവിധം എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്, വെള്ളമെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മെയിൻ പണി വരുന്നത്. നമുക്കിനി നെറ്റ് വൃത്തിയാക്കണം. നമ്മൾ കിണ്ണ ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് ഇതിനകത്ത് വെക്കണം. കട്ടി മോട്ടർ വെക്കാനുള്ള ഒരു സെറ്റപ്പാണ് വെക്കുന്നത്. നമ്മൾ മോട്ടർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോൾ നമ്മൾ വെക്കുന്നതായിട്ട് അതിൻ്റെ ഒരു അടുത്തൊരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം നമുക്കിനി ഈ ഒരു കുറ്റി ഉണ്ടല്ലോ, എന്തോ പ്ലാവിൻ്റെ എന്തോ കുറ്റി, ഈ ഒരു കുറ്റി നമുക്ക് എടുത്ത് ഇതിനകത്തോട്ട് വെക്കാം. മണ്ണുണ്ട്, അത് നമുക്ക് പ്രശ്നമല്ല. കാരണം കുളമല്ലേ, അവർക്ക് കുറച്ച് മണ്ണ് കൊള്ളം നല്ലതായിരിക്കും. നമുക്കിത് ഇങ്ങനെ ഇറക്കി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒരു പ്രശ്നം വരുന്നതെന്ന് പറയുമ്പോൾ വെള്ളം കൂടുമ്പോഴേ പ്രഷർ കൂടിയിട്ട് ഇത് ചിലപ്പോൾ പൊങ്ങാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കിന്നെ മണ്ടയിൽ സേഫ്റ്റിക്ക് ഒരു ബ്രിക്ക് വെക്കാം. ഒരു ചെറുതായാലും മതി, ഒരു ചെറിയൊരു പ്രഷർ കൊടുക്കാൻ. അത് ഇവിടെ ഇങ്ങനെ വെച്ചെടുത്ത് കട്ട് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് കുളമെല്ലാം വൃത്തിയാക്കി. ഇനി നമുക്ക് നെറ്റ് വൃത്തിയാക്കാം. നമുക്കിനി നെറ്റ് ഒന്ന് നൂറ്റിടാം. അപ്പോൾ നമ്മൾ വലയെല്ലാം വൃത്തിയാക്കി. നമുക്ക് കട്ട വെച്ചിരിക്കുക. നമ്മളെ കാട്ടി മുന്നേ വെച്ചിരിക്കുക. ബ്രോ ആ കട്ട ചെന്തറേ ബ്രോ നിർത്തിക്കോ. അപ്പോൾ നമ്മളിതിൽ വെള്ളം ഒഴിക്കുന്നില്ല. കാരണം ഇപ്പോൾ മഴ സീസണാണല്ലോ. അപ്പോൾ മഴ പെയ്തതെന്ന് അറിഞ്ഞുള്ളൂ. അപ്പോൾ നമ്മളും കൂടെ വെള്ളം ഒഴിക്കുവാണെങ്കിൽ ചിലപ്പം ഓവർഫ്ലോ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഓവർഫ്ലോയുടെ പൈപ്പുണ്ട്, എന്നിരുന്നാലും നമ്മളത് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം വൃത്തിയായി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് മോട്ടർ വെക്കാനുള്ള സ്ഥലം നമ്മളത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി മോട്ടർ ഫ്ലിപ്കാർട്ടിൽ വരുമ്പോൾ തന്നെ നമ്മളത് വെക്കുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ വെക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.